വഖഫ് നിയമ ഭേദഗതിയിലെ വിവാദ വകുപ്പുകൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വഖഫ് നൽകാൻ 5 വർഷമെങ്കിലും വിശ്വാസിയായിരിക്കണമെന്ന വകുപ്പിനാണ് സ്റ്റേ. വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരവും കോടതി ഇടക്കാല ഉത്തരവിലൂടെ തടഞ്ഞു. സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് സാമുദായിക രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ സ്വാഗതം ചെയ്തു. അതേസമയം ഉത്തരവ് മുനമ്പം ജനതയ്ക്ക് തിരിച്ചടിയല്ലെന്ന് മുനമ്പം സമരസമിതി അഭിപ്രായപ്പെട്ടു. വഖഫ് ഭേദഗതി നിയമത്തിൽ ഏറെ വിവാദമായിരുന്നത് സെക്ഷൻ 3(1)(r) വ്യവസ്ഥയായിരുന്നു. വഖഫ് സമർപ്പണത്തിന് ഒരാൾ 5 വർഷം തുടർച്ചയായി ഇസ്ലാം മതം ആചരിക്കുന്ന വ്യക്തിയായിരിക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. ഇതോടെ പുതുതായി ഇസ്ലാം സ്വീകരിക്കുന്നവർക്കോ അമുസ്ലിങ്ങൾക്കോ വഖഫ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഈ വ്യവസ്ഥ പരിപൂർണമായും സ്റ്റേ ചെയ്തു. സർക്കാർ ഭൂമി കയ്യേറി വഖഫിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന തർക്കം തീർപ്പാക്കാൻ സർക്കാരിന് നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയായിരുന്നു മറ്റൊന്ന്. ജില്ലാ കലക്ടർക്ക് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അനുവാദം നൽകാനാവില്ലെന്നും ഇത് അധികാര വികേന്ദ്രീകരണത്തിന്റെ ലംഘനമാണെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വഖഫ് ബോർഡിലേക്ക് അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലും അതിൽ കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാന വഖഫ് ബോർഡിൽ മുസ്ലിം ഇതരർ പരമാവധി 3 പേർ മാത്രവും കേന്ദ്ര വഖഫ് കൌൺസിലിൽ പരമാവധി 4 പേർ മാത്രവും മുസ്ലിങ്ങളാകും. തർക്കം വരുമ്പോൾ വഖഫ് ഇല്ലാതെയാകുമെന്ന വ്യവസ്ഥ മാറ്റിയത് ഏറെ ആശ്വാസകരമെന്നും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പറഞ്ഞു. ആർക്കെങ്കിലും ഒരു വഖഫ് സ്ഥാപനത്തെ കുറിച്ചിട്ട് സംശയമുണ്ടെങ്കിൽ ആ സംശയത്തിന്റെ പേരിൽ വേണമെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുക്കുകയും കളക്ടർക്ക് ഒരു സംശയം പ്രഥമദൃഷ്ട്യാ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് വഖഫ് സ്ഥാപനം അല്ലാതെയാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പുണ്ടായിരുന്നു. ആ വകുപ്പും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇടക്കാല സ്റ്റേ ആശ്വാസകരമാണെന്ന് സാദിഖ് അലി തങ്ങൾ. മുസ്ലിം ലീഗും പ്രതിപക്ഷ കക്ഷികളും പ്രകടിപ്പിച്ച ആശങ്കകളിൽ കഴമ്പുണ്ടെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായി. നിയമരാഷ്ട്രീയ പോരാട്ടങ്ങൾ തുടരുമെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവിനെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വാഗതം ചെയ്തു. ഉത്തരവ് ജുഡീഷ്യറിയിലെ വിശ്വാസം വർദ്ധിപ്പിച്ചെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ബന്ധപ്പെട്ടവരിൽ നിന്നും കേട്ടതനുസരിച്ച് വളരെയധികം സന്തോഷകരമാണ്. ജുഡീഷ്യറിയിൽ നമുക്കുള്ള വിശ്വാസം ഒന്നും കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കുറുക്കുവഴിയിലൂടെ കോടികളുടെ വഖഫ് സ്വത്തുകൾ സ്വന്തമാക്കാനുള്ള BJP നീക്കമാണ് ഇല്ലാതായതെന്ന് ET മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. വർഷങ്ങളോളമായി അവർ പരലോക മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ച് ചെയ്തിട്ടത് നുള്ളിയെടുത്ത് തങ്ങളുടെ പാർട്ടിയുടേതാക്കുക, തങ്ങളുടെ ഗവൺമെൻറ്റേതാക്കുക എന്നുള്ള അവരുടെ ഹിഡൻ അജണ്ട തന്നെ പറയുന്നത് ഹീനിയസ് അജണ്ട അതിൽ ഇതിൻ്റെ ഫലമായിട്ട് അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അന്തിമ വിധിയും അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജോൺ ബ്രിട്ടാസ് MP. ഇനിയും ഇതിനകത്ത് ഒരുപാട് വിവാദപരമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അന്തിമ വിധി വരുമ്പോൾ മറ്റ് വ്യവസ്ഥകളെ കൂടി സ്വാഭാവികമായിട്ടും സ്റ്റേയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോടതി വിധി മുനമ്പം ജനതയ്ക്ക് തിരിച്ചടിയല്ലെന്ന് മുനമ്പം സമരസമിതി വിലയിരുത്തി. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദം സുപ്രീം കോടതിയിൽ പൊളിഞ്ഞെന്നും സമരസമിതി. ഞങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം വഖഫ് അമെൻമെൻറ്റ് ബില്ലോട് കൂടി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം ഇതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.